നമ്മളൊരു സ്നാക്കാണ് തയ്യാറാക്കുന്നത്. ഇത് നമ്മൾ നേന്ത്രപ്പഴവും റവയൊക്കെ ചേർത്തിട്ടാണ് തയ്യാറാക്കുന്നത്. വളരെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന സ്നാക്കാണ്. അപ്പോൾ നമുക്ക് അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ ഒരു പാൻ എടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നെയ്യ് ചൂടായതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് തേങ്ങ ചേർത്ത് കൊടുക്കണം. തേങ്ങയ്ക്ക് ശരിക്കും നമുക്കൊരു അളവ് നമുക്ക് പറയാൻ പറ്റില്ല. നമുക്ക് എത്രയാണോ ഇഷ്ടം അതനുസരിച്ച് നമുക്ക് ചേർക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് 5 ടേബിൾ സ്പൂൺ തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. ഇത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. തേങ്ങയുടെ നിറം മാറി വരണം, ഒരു ബ്രൗൺ കളർ ആവണം. അതുവരെ നമുക്കിത് മൂപ്പിച്ചെടുക്കാം. നമ്മൾ ഇതേപോലെ തേങ്ങ നെയ്യിലിട്ട് വറുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. തേങ്ങ ഏകദേശം ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് 2 ഏത്തയ്ക്ക ഇതേപോലെ കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. 2 വലിയ ഏത്തയ്ക്കാണിത്. ഇനി ഇതും കൂടി ചേർത്ത് വീണ്ടും ഒന്ന് മൂപ്പിച്ചെടുക്കാം. നന്നായിട്ട് പഴുത്ത പഴമാണെങ്കിൽ നല്ലതായിരിക്കും. പഴം നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആവണം, അതുവരെ നമുക്ക് വഴറ്റിയെടുക്കാം. പഴം ഒന്ന് വെന്ത് കഴിയുമ്പോൾ നമുക്ക് പതുക്കെ സ്പൂൺ വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. പെട്ടെന്ന് തന്നെ ഇത് ഉടഞ്ഞു കിട്ടും. ഇനി ഇതിലേക്ക് നമുക്ക് ശർക്കര ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ശർക്കരയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നമുക്കിതിന് പകരം പഞ്ചസാര വേണമെങ്കിലും ഉപയോഗിക്കാം. 5 ടേബിൾ സ്പൂൺ ശർക്കരയാണ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ശർക്കരയുടെയൊക്കെ അളവ് നമ്മൾ പഴത്തിൻ്റെ മധുരം കൂടി നോക്കിയിട്ട് വേണം ചേർക്കാനായിട്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. നമുക്കിതിലോട്ട് 1 ടീസ്പൂൺ കറുത്ത എള്ള് ചേർത്ത് കൊടുക്കാം. എള്ള് ഓപ്ഷണലാണ്, ഉണ്ടെങ്കിൽ ചേർത്താൽ മതി. ഇനി ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പതുക്കെ സ്പൂൺ വെച്ചിട്ട് ഇതേപോലെ ഒന്ന് ഉടച്ചു കൊടുക്കുക. അപ്പോൾ എല്ലാം കൂടി ചേർന്ന് വരും. ഇപ്പം നന്നായിട്ട് ഇത് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇതേപോലെ നമുക്ക് കിട്ടും. അപ്പോൾ ഇതായിട്ടുണ്ട്. ഇനി ഇത് വേറൊരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റാം. ഇതൊന്ന് തണുക്കട്ടെ. അപ്പോൾ ഞാൻ അതേ പാനിലേക്ക് തന്നെ 1/2 കപ്പ് വെള്ളം ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് റവ ചേർത്ത് കൊടുക്കണം. അപ്പോൾ റവ നമുക്ക് 5 ടേബിൾ സ്പൂൺ റവയാണ് ചേർക്കേണ്ടത്. ഇത് വറുക്കാത്ത റവയാണ് ഞാനിപ്പോൾ ഉപയോഗിച്ചിരിക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ വറുത്ത റവയും ഉപയോഗിക്കാം. അപ്പോൾ ഈ വെള്ളം ചൂടാവാനൊന്നും നിൽക്കേണ്ട, ഉടനെ തന്നെ നമുക്ക് ഇതിലോട്ട് റവ ചേർത്ത് കൊടുക്കാം. 5 ടേബിൾ സ്പൂൺ റവ മതി. റവ കൂടിപ്പോകരുത്, ഇത്രയും മാത്രം ചേർത്താൽ മതി. അപ്പോൾ 2 വലിയ പഴത്തിന് നമ്മൾ 5 ടേബിൾ സ്പൂൺ റവ മാത്രമേ ചേർക്കാവൂ. ഇത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ തീ ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് വേണം ഇത് വേവിച്ചെടുക്കാനായിട്ട്. ഇതിലുള്ള വെള്ളം മുഴുവനും ഒന്ന് വറ്റി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ച് വെച്ച് ഒരു 2-3 മിനിറ്റ് നേരത്തേക്ക് ഇതൊന്ന് വേവിച്ചെടുക്കാം. ഒരു 3 മിനിറ്റ് ആയിട്ടുള്ള നമുക്കിത് തുറന്ന് നോക്കാം. നമ്മുടെ റവ ഇവിടെ പാകത്തിന് വെന്തിട്ടുണ്ട്. ഇപ്പോൾ സമയമുണ്ടെങ്കിൽ ഈ റവയും കൂടി ഒന്ന് തണുത്തതിന് ശേഷം നമുക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കിയ പഴത്തിൻ്റെ കൂട്ടിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇത് ചൂടോടുകൂടി തന്നെയാണ് ഈ പഴത്തിൻ്റെ കൂട്ടിലേക്ക് ചേർക്കുന്നത്. നമുക്ക് സമയമുണ്ടെങ്കിൽ റവ ഒന്ന് തണുപ്പിച്ചതിന് ശേഷം ചേർത്താലും മതി. ഇനി ഇത് രണ്ടും കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നമ്മൾ റവയും കൂടി ചേർക്കുന്ന കാരണം മധുരം നമ്മൾ കുറച്ച് കൂട്ടി തന്നെ ചേർക്കണം. എന്നാലേ ശരിക്കും ആ റവയിലും ആ മധുരം കിട്ടുള്ളൂ. നന്നായിട്ട് ഇതൊന്ന് ഇളക്കി യോജിപ്പിക്കുക. ഇതിപ്പോൾ ചൂടായ കൊണ്ടാണ് ഞാനിപ്പോൾ സ്പൂൺ വെച്ചിട്ട് മിക്സ് ചെയ്യുന്നത്. അല്ലെങ്കിൽ നമുക്ക് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താലും മതി. നന്നായിട്ട് ഇതേപോലെ മിക്സ് ചെയ്തെടുക്കുക. ഇതിപ്പോൾ നല്ല കട്ടിയായിട്ടാണുള്ളത്. അഥവാ നിങ്ങൾ കുഴയ്ക്കുന്ന ഈ കൂട്ട് കുറച്ച് വെള്ളം പോലെ ആണെങ്കിൽ കുറച്ച് അരിപ്പൊടി ചേർത്താൽ മതി. അപ്പോൾ നമ്മൾ റവ ചേർത്ത കാരണം അതിൻ്റെ ആവശ്യം വരില്ല. എന്നാലും അങ്ങനെ ആയിപ്പോയെങ്കിൽ കുറച്ച് അരിപ്പൊടി ചേർത്ത് നമുക്കത് അഡ്ജസ്റ്റ് ചെയ്യാം. നല്ല കട്ടിയിലാണുള്ളത് ഈ കൂട്ട്. ഇനി നമുക്കിത് ഷേപ്പ് ചെയ്തെടുക്കണം. അപ്പോൾ ഷേപ്പ് ചെയ്തെടുക്കാനായിട്ട് ഒരു സ്പൂൺ ഇതേപോലെ ഈ കൂട്ടെടുത്ത് നമുക്ക് റോൾ ചെയ്തെടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലേക്ക് നമുക്കിത് റോൾ ചെയ്തെടുക്കാം. ഇതൊട്ടും തന്നെ കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കില്ല.
ഞാനിപ്പോൾ ഈ ഒരു ഷേപ്പിലാണ് ഇത് ഉണ്ടാക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ റൗണ്ട് ഷേപ്പിലും ഉണ്ടാക്കാം. അപ്പോൾ ഇതേപോലെ ഓരോന്നും ഷേപ്പ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതെല്ലാം ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് വറുത്തെടുക്കാം. അപ്പോൾ ഇത് നമുക്ക് വറുക്കാനായിട്ടുള്ള എണ്ണ നമുക്ക് ചൂടാക്കാൻ വയ്ക്കാം. ഞാനിത് വെളിച്ചെണ്ണയിലാണ് വറുത്തെടുക്കുന്നത്. വെളിച്ചെണ്ണയിലാകുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ എണ്ണ ചൂടായതിന് ശേഷം നമുക്ക് ഇതിട്ട് കൊടുക്കാം. ഇത് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വറുത്തെടുക്കുക. അപ്പോൾ ഇത് ഒരു സൈഡ് ആയിട്ടുണ്ട്. നമുക്ക് പതുക്കെ തിരിച്ചിട്ട് കൊടുക്കാം. ഇത് ഇട്ട പാടെ തന്നെ ഇട്ട് ഇളക്കരുത്, ചിലപ്പോൾ പൊട്ടിപ്പോവും. വളരെ പതുക്കെ തിരിച്ചിട്ട് കൊടുക്കുക. രണ്ട് സൈഡും നല്ലതുപോലെ ആയിട്ടുണ്ട്. നമുക്കിനി ഇത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. ബാക്കിയുള്ളതും നമുക്ക് ഇതേപോലെ തന്നെ വറുത്തെടുക്കാം. നമ്മുടെ പഴം കൊണ്ടുള്ള സ്നാക്ക് റെഡി ആയിട്ടുണ്ട്. ഇത് നല്ല മധുരമുള്ള സ്നാക്കായിരിക്കും. പ്രത്യേകിച്ച് മധുരമൊക്കെ ഇഷ്ടമുള്ളവർക്ക് എന്തായാലും ഇത് ഇഷ്ടപ്പെടും. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതേപോലെ നിങ്ങളുടെ കമൻസൊക്കെ അറിയിക്കണം. താങ്ക് യു.